CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. ഗുരുവായൂർ നഗരസഭാ സെക്രട്ടറി കോൺഗ്രസിന്റെ കളിപ്പാവയായി പ്രവർത്തിക്കുന്നതാണ് ഗുരുവായൂർ ടൗൺ ഹാളിൽ നടത്താൻ തീരുമാനിച്ച ഫുട്ബോൾ ലോകകപ്പ് ബിഗ് സ്ക്രീൻ പ്രദർശനം തടസ്സപ്പെടാൻ കാരണമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ. കൗൺസിലിന്റെ പരമാധികാരത്തെ മറികടന്ന് സെക്രട്ടറി നടപടി സ്വീകരിച്ചെന്നും സെക്രട്ടറിയുടെയും മറ്റുദ്യോഗസ്ഥരുടെയും നടപടികൾ ചട്ടവിരുദ്ധവും ജനദ്രോഹപരവുമെന്നും ചെയർപേഴ്സൺ. കേച്ചേരി മമത ബാറിൽ കഴിഞ്ഞ ദിവസമുണ്ടായ ആക്രമണത്തിൽ യുവാവിന് ക്രൂരമായി മർദ്ദനമേറ്റ സംഭവം. 6-അംഗ ഗുണ്ടാ സംഘത്തെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. ആക്രമണത്തിനു ശേഷം രക്ഷപ്പെട്ട പ്രതികളെ സൈബർ സെല്ലിന്റെ സഹായത്തോടെ മൊബൈൽ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിയാണ് കണ്ടെത്തിയത്. ഒരുമനയൂരിൽ സാമൂഹ്യവിരുദ്ധരുടെ വിളയാട്ടം. ഹരിതകർമ്മസേനാംഗങ്ങൾ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശേഖരിച്ചിടുന്ന സ്ഥലത്തുനിന്ന് മാലിന്യങ്ങൾ പുറത്തേക്കിട്ട് ചാക്കുകൾ മോഷ്ടിച്ച നിലയിൽ. പൊന്നയൂർ വാതക ശ്മശാനത്തിന്റെ പ്രവർത്തനം. തുടർ നടപടികളുമായി ബന്ധപ്പെട്ട് പഞ്ചായത്ത് വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗം പ്രഹസനമാണെന്ന് LDF ആരോപണം. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് കുന്നംകുളം നഗരത്തിൽ വ്യത്യസ്തമായ പ്രതിഷേധവുമായി KSU. തട്ടിപ്പിന് കാരണക്കാരായ AC മൊയ്തീൻ MLAയും കൂട്ടുനിന്ന K രാധാകൃഷ്ണൻ MP-യും രാജിവെക്കുക എന്ന ആവശ്യമുന്നയിച്ചാണ് KSU കുന്നംകുളം നിയോജക മണ്ഡലം കമ്മിറ്റി നഗരത്തിൽ ഭിക്ഷയാചിക്കൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചത്. ഗുരുവായൂർ GUP സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി വനിതാ വിങ്ങിന്റെ ആഭിമുഖ്യത്തിൽ പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. നഗരസഭാ വൈസ് ചെയർമാൻ KK ജ്യോതിരാജ് ഉദ്ഘാടനം ചെയ്തു. വടക്കേകാട് ഗ്രാമപഞ്ചായത്ത് വാതക ശ്മശാനം അടിയന്തരമായി പണി പൂർത്തീകരിച്ച് ജനങ്ങൾക്ക് തുറന്നുകൊടുക്കണമെന്നാവശ്യപ്പെട്ട് 1000-ഓളം പേർ ഒപ്പിട്ട ഭീമഹർജി ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് സെക്രട്ടറിക്കും പ്രസിഡന്റിനും നൽകി. ഇന്ധനവില വർധനവ് ജനജീവിതം ദുസ്സഹമാക്കിയിട്ടും ചെറുവിരൽ അനക്കാത്ത കേന്ദ്ര സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ച് AITUC ഗുരുവായൂർ മണ്ഡലം കമ്മിറ്റി പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. വേലൂർ പഞ്ചായത്ത് കൃഷിഭവന്റെ നേതൃത്വത്തിൽ ജനകീയാസൂത്രണ പദ്ധതി പ്രകാരം ഓണം ലക്ഷ്യമാക്കി നടത്തുന്ന ചെണ്ടുമല്ലി കൃഷിക്കായി തൈകൾ വിതരണം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് സ്വപ്ന രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. പാവർട്ടി സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിൽ FIFA ലോകകപ്പിനോടനുബന്ധിച്ച് വിളംബര റാലി സംഘടിപ്പിച്ചു. ഇതോടനുബന്ധിച്ച് സ്കൂളിലെ 8-ാം ക്ലാസ് വിദ്യാർത്ഥി CS ഗൗതം എഴുതിയ ഫുട്ബോൾ കവിത ആലപിച്ചായിരുന്നു റാലിക്ക് തുടക്കമായത്. ലോകകപ്പ് ഫുട്ബോളിനെ വരവേൽക്കുന്നതിന്റെ ഭാഗമായി കാട്ടകമ്പാൽ ഗ്രാമപഞ്ചായത്തിന്റെ ജനപ്രതിനിധികളും വ്യാപാരി വ്യവസായി ഏകോപന സമിതി അംഗങ്ങളും തമ്മിൽ സൗഹൃദ മത്സരം സംഘടിപ്പിച്ചു. ലോകകപ്പ് ഫുട്ബോൾ മാമാങ്കത്തെ സ്വാഗതം ചെയ്തുകൊണ്ട് ആറ്റുപുറം സെന്റ് ആന്റണീസ് LP സ്കൂളിൽ സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ ലോകകപ്പ് വിളംബര ഘോഷയാത്ര സംഘടിപ്പിച്ചു. പാലുവായ് സെന്റ് ആന്റണീസ് CUP സ്കൂളിൽ പരിസ്ഥിതി വാരാചരണ പരിപാടികൾ സമാപിച്ചു. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, Facebook പേജ്, YouTube എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.